മലയാള സിനിമാ പ്രേമികൾ ഒരേപോലെ കാത്തിരിക്കുന്ന സീക്വലാണ് L2 എമ്പുരാൻ. നടൻ പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്നു എന്നതാണ് എമ്പുരാന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന്. എമ്പുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിൽ നടൻ ടൊവിനോ തോമസ് ജോയിൻ ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ടൊവിനോയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് താരത്തിനെ അണിയറ പ്രവർത്തകർ സ്വാഗതം ചെയ്തിരിക്കുന്നത്. 2023 ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ 20ഓളം രാജ്യങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിലവിൽ US-ൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റേത്. വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. ജതിൻ രാംദാസ് എന്ന നിർണായക കഥാപാത്രമായിട്ടാണ് ടൊവിനോ തോമസ് ലൂസിഫറിൽ ഉണ്ടായിരുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായ രാംദാസിന്റെ മരണം സൃഷ്ടിച്ച ആ സാഹചര്യത്തിൽ ജതിൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആരാണ് രാഷ്ട്രീയത്തിൽ രാംദാസിന്റെ പിൻഗാമി എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ജതിൻ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കുന്നതും ജതിൻ തന്നെയാണ്. ജതിൻ രാംദാസിന്റെ ലൂസിഫറിലെ രംഗങ്ങൾ അങ്ങനെ വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും എത്തുമ്പോഴും ജതിൻ രാംദാസ് എമ്പുരാന്റെ കഥയിൽ നിർണായകമായ വഴിത്തിരിവായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ടൊവിനോ തോമസ് എമ്പുരാൻ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തു എന്ന ആരാധകർ ആവേശത്തോടെ ആ വാർത്ത അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയുമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാം ആയിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ എന്നും പ്രാധാന്യമെന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റെ എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളടക്കമാണ് എമ്പുരാൻ സിനിമ ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. 2023 ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തത്. ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ 20ഓളം രാജ്യങ്ങളായിട്ടാണ് ഷൂട്ടും ചെയ്യുന്നത്. സിനിമയുടെ UK ഷെഡ്യൂൾ ഏതാനും ആഴ്ചകൾക്ക് മുന്നെയാണ് അവസാനിച്ചത്. സിനിമയുടെ 3ാം ഷെഡ്യൂൾ ഉടൻ US-ൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. 2 ദിവസത്തിൽ താഴെ മാത്രമുള്ള ഷെഡ്യൂളുകളായിരിക്കും ഇത് എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഷെഡ്യൂളിന് ശേഷം തന്റെ പുതിയ ചിത്രമായ ആടുജീവിതത്തിന്റെ പ്രൊമോഷണൽ വർക്കുകൾക്കായി പൃഥ്വിരാജ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നും പറയുന്നു. സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കും എമ്പുരാന്റെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിൽ ആരംഭിക്കുക എന്നാണ് സൂചന. മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ഏറ്റവും കാത്തിരിപ്പുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് എമ്പുരാൻ. 2019 ലൂസിഫർ വിജയമായതിനു ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിനെത്തുമെന്നും ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും പുതിയ ചിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. എമ്പുരാനെ കുറിച്ച് ഇന്ദ്രജിത്ത് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. മലയാള സിനിമയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമാണ് എമ്പുരാൻ എന്നാണ് ഇന്ദ്രജിത്ത് പറഞ്ഞിരിക്കുന്നത്. എമ്പുരാൻ വലിയൊരു സിനിമയാണ്. ലൂസിഫറിനേക്കാൾ സ്കെയിൽ വൈസ് ഭയങ്കര വലിയൊരു സിനിമ തന്നെയാണ്. ലൊക്കേഷനുകൾ വളരെ കൂടുതലാണ്. ഒരുപാട് രാജ്യങ്ങളിൽ എമ്പുരാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും പ്രൊഡക്ഷൻ വാല്യൂ അനുസരിച്ച് ഏറ്റവും വലിയ പണം മുടക്ക് വരാൻ പോകുന്ന സിനിമയാകും എമ്പുരാൻ എന്നാണ് തനിക്ക് തോന്നുന്നതാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത്. കാരണം അത്രയധികം രാജ്യങ്ങളിൽ ഷൂട്ട് ഉണ്ട്. നമുക്കൊരു ബജറ്റ് ഇടാൻ പറ്റില്ല സിനിമയ്ക്ക്. നിലവിൽ ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK-ൽ ഒന്ന് കഴിഞ്ഞു, അമേരിക്കൻ ഷെഡ്യൂൾ അടുത്തയാഴ്ച പോകുന്നു. അതിനാലാണ് താൻ ജോയിൻ ചെയ്യാനും ഇരിക്കുന്നത്. അത് കഴിഞ്ഞാലും വീണ്ടും ഷൂട്ടുണ്ട്. ഏകദേശം 6 മാസത്തോളം ഷൂട്ടിംഗ് ഷെഡ്യൂളായി തുടരുകയും ചെയ്യും. എപ്പോഴാണ് റിലീസ് എന്ന കാര്യം തനിക്ക് അറിയത്തുമില്ല എന്നും പറഞ്ഞു. പക്ഷേ സ്കെയിൽ വൈസ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ സിനിമയാകും എമ്പുരാൻ എന്നാണ് തനിക്ക് തോന്നുന്നതാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത്. എന്തായാലും സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവ് ആണ്. മലയാളത്തിന് പുറമെ വമ്പൻ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ആരാധകർ ലൂസിഫർ 2 എമ്പുരാന്റെ വരവിനായി അങ്ങനെ കാത്തിരിക്കുകയാണ്.